Hello my dear NEET aspirants. So I know നിങ്ങൾ കട്ട പ്രിപ്പറേഷൻസിലായിരിക്കും എനിക്കറിയാം. So according to your NEET syllabus നിങ്ങൾക്കറിയാം ഫിസിക്സിൻ്റെ ഒരു 18 എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഒരു 18 എക്സ്പെരിമെൻറ്റ്സിൻ്റെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള തിയറി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഫ്രം ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദോസ് തിങ്സ്. ഓക്കെ, ഒരു 18 എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഓരോ ദിവസം ഓരോന്നായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ആ എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്, ലൈക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. Then അതിൻ്റെ behind theory, what are the main equations and all you have to remember. Then the important some kind of questions, ഒരു 10 questions അല്ലെങ്കിൽ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ആസ് യു നോ ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് അപ്പാരറ്റസ്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. And one more thing, some of the experiments that you have already learned in your +2, അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ദാറ്റ് വീഡിയോ യു ക്യാൻ, ഫോർ എക്സാമ്പിൾ കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ, ഇങ്ങനത്തെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് യു ക്യാൻ വാച്ച് ഇൻ അവർ യൂട്യൂബ് ചാനൽ. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് എനി അതർ കൈൻഡ് ഓഫ് കൺഫ്യൂഷൻസ്. ഓക്കെ, സോ let's begin with a simple experiment which is simple pendulum. Okay, സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ഹെഡിങ് ഇതാണ്. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ഇതാണ്: സിമ്പിൾ പെൻഡുലം ഡിസിപ്പേഷൻ ഓഫ് എനർജി ബൈ പ്ലോട്ടിംഗ് എ ഗ്രാഫ് ബിറ്റ്വീൻ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം. സോ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡും ടൈമും തമ്മിലുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഹൗ ഇറ്റ് ഈസ് വർക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് സിമ്പിൾ പെൻഡുലം? സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ദാറ്റ്? ഓക്കെ, സിമ്പിൾ പെൻഡുലം ഇസ് നത്തിങ് ബട്ട്, ഓർ എൽസ് വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ഇൻ ടേംസ് ഓഫ് ഒരു ഫൈനൈറ്റ് അല്ലെങ്കിൽ ഒരു ഹെവി പോയിന്റ് മാസ് വിച്ച് ഈസ് നോൺ ആസ് ദ ബോബ്. Okay, remember, heavy point mass which is the bob is attached to a weightless inextensible string. ഒരു weightless ആയിട്ടുള്ള എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രിങ്ങിൻ്റെ മുകളിൽ എന്ത് അറ്റാച്ച് ചെയ്യുന്നു? ഒരു ബോബ് അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ റിജിഡ് സപ്പോർട്ട്. അതൊരു റിജിഡ് സപ്പോർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ദെൻ വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ഫ്രീലി ഓസിലേറ്റ്, അതായത് ഫ്രീ ടു ഓസിലേറ്റ്, ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും. സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഡയഗ്രാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്. ആൻഡ് ഇവിടെ എന്താ ഉണ്ടാവുക? നമ്മളൊരു ഹുക്കിൻ്റെ മുകളിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മളുടെ ബോബ് കണക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ബോബ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഒരു M മാസ് ഉള്ളൊരു ബോബ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് വെക്കുന്നു. ക്ലിയർ? സോ ഇതിൻ്റെ ലെങ്ത്ത് L എടുക്കുന്നു. ഓക്കെ, സോ ആൻഡ് ദിസ് ഈസ് ദ ഫിക്സഡ് പോയിന്റ്, ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് O. So this is nothing but the simple pendulum which is free to oscillate. Now first what we have to find out is the length of the simple pendulum. എങ്ങനെയാണ് നമ്മൾ +2ലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആ ലെങ്ത് മെഷർ ചെയ്തിരുന്നത്? ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. The length is nothing but the length of this inextensible string. No, length എന്ന് പറയുന്നത് we have to measure from the rigid point അല്ലെങ്കിൽ the fixed point to the center of gravity of the mass. ഓക്കെ, ബോബിൻ്റെ സെൻറ്റർ വരെ ഉള്ളതാണ് എന്ത് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫിക്സഡ് പോയിന്റ് O തൊട്ടിട്ട് ഈ ബോബിൻ്റെ സെൻറ്റർ വരെ ഉള്ളത്. സോ ഐ എം ടേക്കിംഗ് ദ ടോട്ടൽ ലെങ്ത് L. ടോട്ടൽ നമ്മൾ മെഷർ ചെയ്യേണ്ട ലെങ്ത്, എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെഷർ ചെയ്യേണ്ട ലെങ്ത് ദാറ്റ് ഈസ് L, ക്യാപിറ്റൽ ലെറ്റർ L. നൗ ദ ലെങ്ത് ഫ്രം ദിസ് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്, ഈ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? സ്മോൾ ലെറ്റർ L. ദെൻ ഈ ഹുക്കിൻ്റെ ലെങ്ത് നമ്മൾ H എന്ന് എടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മളൊരു ഹുക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് H ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ സെൻറ്റർ ഓഫ് ദിസ് ബോബ് ടിൽ ദാറ്റ് സെൻറ്റർ, ആ ബോബിൻ്റെ സെൻറ്റർ തൊട്ടിട്ട്, അതായത് ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയുള്ളത് എന്തായിരിക്കും? വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ റേഡിയസ്, റൈറ്റ്? സോ ദിസ് വിൽ ബി ദ റേഡിയസ്. സോ ദ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് പ്ലസ് ലെങ്ത് ഓഫ് ദ ഹുക്ക് വിച്ച് ഇസ് ഹൈറ്റ് H പ്ലസ് ദ റേഡിയസ്. ദിസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ സിമ്പിൾ പെൻഡുലം. ക്ലിയർ? സോ ലെങ്ത് നമ്മൾ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദ നെക്സ്റ്റ് പാർട്ട് ഇസ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. എങ്ങനെയാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടൈം പീരീഡ്. സോ വാട്ട് ഈസ് ടൈം പീരീഡ്? ടൈം പീരീഡ് ഈസ് നത്തിങ് ബട്ട് ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, ക്ലിയർ? സോ അഗൈൻ ഐ എം ഡ്രോയിങ് ദ ഡയഗ്രാം which is very much necessity. Okay, rigid support loro
inextensible string and there is a hook and there is a mass M. Clear? Now ഇതിൻ്റെ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഈ ബോബ് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഓസിലേറ്റ് ചെയ്യാന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇവിടം വരെ പോയി ദെൻ ഇവിടെ എത്തി തിരിച്ചിവിടെ എത്തുന്നതല്ലേ നമ്മളുടെ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ് തീറ്റ ബി ദ സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. This is M, this is the L, this is the theta, right? So now this distance, അതായത് ഈ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? I'm taking this as x ആയിട്ട് എടുക്കുന്നു. ഈ ഡിസ്പ്ലേസ്മെന്റ് x ആയിട്ട് എടുക്കുന്നു. Now what are the kind of force acting on this bob? ഈ ബോബിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയായിരിക്കും? As we know, first one എന്ന് പറയുന്നത് എന്തായിരിക്കും? Force of gravity, അല്ലെ? Gravitational force ഉണ്ടാവും. And the second one is nothing but the tension. Clear? Which is tension. So gravitational force which is always acting downward, this will be mg, right? Now tension engotaayirikkum, which is along the string. So this will be the tension. Now we have to resolve this vector. എങ്ങനെയാണ് ഈ വെക്ടർ റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ so we will get like this. So this will be, so this is the angle theta. Now this is mg cos theta and this is mg sin theta. So ഇവിടെ mg cos theta എന്ന് പറയുന്നതാണ് നമ്മളുടെ റേഡിയൽ കോമ്പണന്റ് ആൻഡ് mg sin theta is a tangential component. ക്ലിയർ ആണല്ലോ? mg cos theta എന്ന് പറയുന്നത് നമ്മളുടെ റേഡിയൽ കോമ്പണന്റും mg sin theta എന്ന് പറയുന്നത് നമ്മളുടെ ടാൻജൻഷ്യൽ കോമ്പണന്റും ആണ്. So now we can write it as tension is nothing but which is equal to mg cos theta, and here the force, ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഇവിടെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എടുക്കാം? F is equal to mg sin theta. Okay, F is equal to mg sin theta. As you know, theta എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. So sin theta we can approximately taken as theta itself. Sin theta is equal to approximately equal to theta. So F is equal to mg theta. Okay, so here ma is equal to mg theta. Theta എന്ന് പറയുന്നത് എന്താണ്? Theta is nothing but the angle. So theta is equal to arc by radius. Theta is nothing but arc by radius. So this you can write arc is nothing but this, so x by l. So substituting over here, ma is equal to mg x by l. Here we can cancel this m and m. So a is equal to g x by l. So according to the simple harmonic oscillation, what is a? A is nothing but a is equal to omega square x. Substituting, what we will get? Omega square x is equal to g x by l. X and x get cancelled, so omega square is equal to g by l, and which means omega is equal to root g by l. Now we have to find out the time period. Time period ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Time period is nothing but t is equal to 2 pi by omega. Time period is equal to 2 pi by omega. So omega substitute here, so 2 pi into root L by G. Clear? This is the time period. So നമ്മൾ simple pendulumത്തിന്റെ total length കണ്ടു and time period also. Clear? Okay, now we are going to find out the spring constant. Spring constant of the simple pendulum. Spring constant ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Constant കണ്ടുപിടിക്കണം. Okay, so നമുക്കറിയാം simple pendulum which is executing a simple harmonic motion. Simple harmonic motion ആണ് simple pendulum execute ചെയ്യുന്നത്. So what is simple harmonic motion? എന്താണ് simple harmonic motion എന്ന് പറയുന്നത്? We know that the acceleration is always proportional to the displacement. Acceleration is always proportional to the displacement and it is always acting towards the center. അല്ലേ? So towards a fixed point ലേക്ക് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവുക? ആക്ട് ചെയ്യുന്നുണ്ടാവുക. So according to this നമുക്ക് എഴുതാം F is proportional to x. F എന്ന് പറയുന്നത് എന്തായിരിക്കും? X ന് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ F is equal to kx and it is always acting to the center. Opposite direction ആണ്. So F is equal to minus kx. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്.
അല്ലേ? ഇവിടെ നമുക്ക് കെ ഈസ് നത്തിങ് ബട്ട് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയാം. കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. സോ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു വാട്ട്, എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാണ് നമ്മൾ എടുത്തത്. സോ എഫ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ വി ക്യാൻ പുട്ട് ദ മൈനസ് ആൻഡ് സെയിം സ്റ്റെപ്പ് സൈൻ തീറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്രോക്സിമേറ്റ്ലി വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞെടുക്കുന്നു. സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ. Theta is nothing but theta is equal to x by L. Substituting that, f is equal to minus mg x by L. Now here, what is f? F is equal to minus kx. So f is equal to minus kx substitute here. So minus kx, which is equal to minus mg x by L. Cancel cheyanalokka cancel cheya. Minus minus x cancel cheyunu. So k is equal to mg by L. This is the spring constant of a simple pendulum. You should remember this. Time period ortho vekka, length ortho vekka. So spring constant, which is equal to mg by L. K is nothing but the spring constant. Spring constant. Good? Clear? Okay. Now, simple harmonic motion execute ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. Now what kind of oscillation happening over in simple pendulum? നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഓസിലേഷൻസ് ഉണ്ട്. One is damped oscillation and undamped oscillation. So ഇവിടെ നമുക്കറിയാം ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? എപ്പോഴും ഒരേപോലെയാണോ അത് ഓസിലേറ്റ് ചെയ്യുക? No. As the time increases, time change ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തിട്ട് വരും അല്ലേ? ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തിട്ട് വരും. സോ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ എന്താണ്? വിച്ച് ഇസ് എ ഡാംപ്ഡ് ഓസിലേഷൻ. ഡാംപ്ഡ് ഓസിലേഷൻ ഇസ് നത്തിങ് ബട്ട് ആസ് എ ടൈം അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ ടൈം ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ ഇസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. ക്ലിയർ? അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ഡാംപ്ഡ് ഓസിലേഷൻ ആണ്. സോ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രാഫ് തന്നെ എങ്ങനെ ഉണ്ടാകും? X-axis time എടുക്കുന്നു and here amplitude, and this will be initially it will be maximum and it is decreasing gradually. Amplitude എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രാജുവലി ഇറ്റ് വിൽ ഡിക്രീസിങ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിൻ്റെയും ടൈമിൻ്റെയും ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. നമുക്ക് പഠിക്കേണ്ടത് ഡിസിപ്പേഷൻ ആണ്, വിച്ച് മീൻസ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ ബിഫോർ ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് കുറയുന്നു മനസ്സിലാക്കി കഴിഞ്ഞു. സോ ദർ ഇസ് എ ഡാമ്പിംഗ് ഫോഴ്സ്. അപ്പോൾ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമല്ല, അവിടെ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ട്. സോ ഈ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഓസിലേറ്റ് ചെയ്യുന്ന ബോബിൻ്റെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ദ ഡാമ്പിംഗ് force Ft, which is proportional to the velocity, and proportionality constant മാറ്റി കഴിയുമ്പോൾ we are writing which is minus bv. B is nothing but the velocity. Minus means which is opposite direction. Okay, my opposite direction ആണ് damping force act ചെയ്യുന്നത്, which is towards the center, opposite direction ആണ്. Now here we have to find out the total force. Total force is nothing but the restoring force plus the damping force. Restoring force എന്താണ്? minus kx. അപ്പോൾ substitute ചെയ്യുക. F is equal to minus kx plus minus bv. So it will be minus bv. Clear? Now we are going to write F is nothing but ma. So ma is equal to minus kx minus bv. Rearranging. So ma plus kx plus bv, which is equal to 0. Now, ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആക്സിലറേഷനും വെലോസിറ്റിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ടേംസ് ഉപയോഗിച്ചിട്ട് മാറ്റിയിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി റീഅറേഞ്ച് ചെയ്തിരുന്നു. സോ എന്ത് കിട്ടും? എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു 0. ഞാനൊരു ഓർഡറിൽ എഴുതാൻ പോവാണ്. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് b into dx by dt. So this is acceleration and this is the velocity plus kx, which is equal to 0. So this is the differential equation of damped oscillation. Damped oscillation differential equation ആണ് തന്നിട്ടുള്ളത്. Now ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. You have to remember that solution. Procedures ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. So ഇവിടെ this is the differential equation for damped oscillation. So ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഡു റിമെമ്പർ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ x of t, which is equal to a into e raised to minus bt by 2m
cos of omega dash t plus phi. Okay, clear? ഇവിടെ this is the solution. A എന്ന് പറയുന്നത് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്, and omega എന്ന് പറയുന്നത് നമ്മളുടെ angular velocity, and phi means a phase difference. Clear? Very important equation. Solution for damped oscillation. Damped oscillation. Okay, so now the next thing we have to find out the energy of simple harmonic oscillation. Energy നിങ്ങൾക്ക് അറിയാം, simple harmonic oscillation energy നമുക്കറിയാം. We have to find out the energy for simple pendulum. അതായത് simple harmonic oscillationന്റെ equation ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, simple pendulumത്തിന്റെ energy കണ്ടുപിടിക്കാൻ പോകുന്നു. So the next thing is energy. ഒരു simple harmonic motionന്റെ energy എന്താണ്? E is equal to half m omega square a square. This is the energy. So we can write k is equal to m omega square. So substitute E is equal to half k a square. This is the equation. Now for simple pendulum ത്തിന്റെ കേസിൽ k യുടെ equation നമുക്കറിയാം. K is nothing but mg by L. Substitute what we'll get? E is equal to half mg by L a square. Very very important. And listen this, ഇവിടെ half mg by L ഇതൊക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നോക്കുക, ആംപ്ലിറ്റ്യൂഡ് is the only thing that is changing. So ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എനർജി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് a square ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എനർജി ഡിക്രീസ് ചെയ്യും. So we can write E is proportional to the amplitude square. E is proportional to the amplitude square. Now one more equation just you have to remember, which is amplitude in equation. A is equal to a naught e raised to minus bt by 2m. Okay, bt by 2m. A naught is nothing but the maximum amplitude. Time 0 ആയിരിക്കുമ്പം initial സ്റ്റേജിലായിരിക്കും എന്തുണ്ടാവുക, സിമ്പിൾ പെൻഡുലത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കാം. സോ a is equal to a naught e raised to minus bt by 2m. ഇതിനെ ജസ്റ്റ് മൈനസ് b by 2m നെ ബീറ്റ എടുത്തിട്ടും എഴുതാറുണ്ട്. If you need, a is equal to a naught e raised to minus beta t. This equation. Clear? So ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പഠിച്ചു, then time period, then damped oscillationന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, damped oscillationന്റെ solution for that equation, and then we learned this energy. So the graph will be an exponential graph. Graph എന്തായിരിക്കും, ഒരു exponential graph ആയിരിക്കും. I hope it is clear. These are the theory, നമ്മൾ പറഞ്ഞ സെയിം തിയറി തന്നെയാണ്. So k is equal to mg by L, very important, ഓർത്ത് വെക്കുക. Energy is equal to half k a naught square. A naught is nothing but the maximum amplitude, and here this is the experimental arrangement. Okay, this is just the procedure. Now I'm going to discuss the procedure. എങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഒരു ടേബിളിന്റെ മുകളിൽ നമുക്കറിയുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ അറേഞ്ച്മെന്റ്, ഒരു സ്റ്റാൻഡ് വെക്കുന്നു. ദെൻ ആ സ്റ്റാൻഡുമായിട്ട് ഇത് നമ്മുടെ കോർക്ക് ആയിരിക്കും. കോർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ ബോബ് ഉണ്ട്, ഇൻ എക്സ്റ്റെൻസിബിൾ സ്ട്രിങ്, ആൻഡ് ബോബ് ഈസ് കണക്റ്റഡ്. ആൻഡ് ഇവിടെ നമ്മളുടെ ടേബിളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്കെയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ടേബിളിൻ്റെ മുകളിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു സ്കെയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ നമ്മളുടെ ബോബ് എവിടെയായിരിക്കും, അത് സെൻറ്ററിലായിരിക്കും നമ്മളുടെ ബോബ് നിൽക്കുക. ദെൻ വാട്ട് വി ആർ ഗോയിങ് ടു ഡു, സിമ്പിൾ എക്സ്പെരിമെൻറ്റ്, ഒരു ആംപ്ലിറ്റ്യൂഡ് ഫിക്സ് ചെയ്യുന്നു. അതായത് ലെറ്റ്സ് സേ ഒരു 10 അല്ലെങ്കിൽ 5 ആംപ്ലിറ്റ്യൂഡ് എടുക്കുന്നു. ഒരു 5 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ ഒരു 5 സെൻറ്റിമീറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ നമ്മളുടെ ബോബ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിടിക്കുന്നു. അതായത് വിച്ച് മീൻസ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ ബോബിന് എന്ത് ചെയ്യുന്നു, ഒരു 5 സെൻറ്റിമീറ്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുന്നു. ഈ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചിട്ട് അറ്റ് ദ ടൈം ദാറ്റ് വി റിലീസ് ദ ബോബ് റിലീസ് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുന്നു. ഓക്കെ, അതൊരു ഒരു ഫിക്സഡ് സെൻറ്റിമീറ്റർ, ഫിക്സഡ് നമുക്ക് വേണമെങ്കിൽ 10 എടുക്കാം, ദെൻ അല്ലെങ്കിൽ 7, വാട്ട് എവർ ദ വാല്യൂ ദാറ്റ് യു ഹാവ് നീഡ് ഫോർ ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ ഞാൻ 5 ആണ് എടുക്കുന്നത്. സോ 5 ഇസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ആ 5 സെൻറ്റിമീറ്റർ റൈറ്റ് സൈഡിലേക്ക് ഞാൻ കണക്കാക്കിയിട്ട് പിടിക്കുന്നു. സോ 5 സെൻറ്റിമീറ്റർ കണക്കാക്കി പിടിച്ചതിന് ശേഷം അറ്റ് ദ ടൈം ദാറ്റ് ഐ എം റിലീസിങ് ദാറ്റ് ബോബ്, ടേൺ ഓൺ ദ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻ, ഓരോ ഓസിലേഷൻസ് നിങ്ങൾ നോക്കുക. അതായത് ഇവിടെ എത്തി, ഇവിടെ 5 സെൻറ്റിമീറ്റർ, ദെൻ ഇവിടെ എത്തി തിരിച്ച് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും എത്തുക, ദെൻ ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. നെക്സ്റ്റ് ഓസിലേഷൻ്റെ 5 സെൻറ്റിമീറ്റർ നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുമോ, ഇല്ല, ആംപ്ലിറ്റ്യൂഡ് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ടൈം t0 ആയിരിക്കുമോ അല്ലെങ്കിൽ ടൈം t ആയിരിക്കുമ്പോൾ നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്,
ടൈം ഇവിടെ ഞാൻ ആംപ്ലിറ്റ്യൂഡ് എടുക്കുന്നു. സോ ടൈം ടി ആയിരിക്കുമ്പോൾ നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ബട്ട് ആഫ്റ്റർ ദാറ്റ് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, സ്റ്റോപ്പ് വാച്ച് ഇസ് റണ്ണിങ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജ് ഇവിടെ ടൈം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇവിടെ ടൈം ഇസ് 0, അതായത് 0 ആയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുമ്പോൾ വിച്ച് ഇസ് 5 ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഈ സ്കെയിലിൽ നോക്കുക എത്രത്തോളം ഉണ്ട്. 5 വരെ എത്തില്ലല്ലോ, ചിലപ്പോൾ ഒരു 4.8 അല്ലെങ്കിൽ 4.7 ഒക്കെ ആയി കാണും. ദാറ്റ് വിൽ ബി ദ ആംപ്ലിറ്റ്യൂഡ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 20 സെക്കൻഡ്, ഒരു 20 സെക്കൻഡ് സ്റ്റോപ്പ് വാച്ചിൽ ഒരു 20 സെക്കൻഡ് കഴിയുമ്പം ഇവിടെ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കുക. അതപ്പം അഗെയിൻ ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും. 20 സെക്കൻഡ് ആയി കഴിയുമ്പോൾ ഇവിടെ അഗെയിൻ ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് ഞാൻ പറയുന്നത്. സോ ഒരു 4.5 ആയിട്ടുണ്ടാവും. സോ ഇതേപോലെ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് വാച്ചിൽ നമ്മുടെ ടൈം നോക്കുക. അക്കോർഡിംഗ് ടു ദാറ്റ് നമ്മളുടെ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കുക. ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇതേ രീതിയിലായിരിക്കും പോവുക. ദെൻ ഫൈൻഡ് ഔട്ട് ദ എ സ്ക്വയർ. So the graph will be like this. It is an exponential graph. Time t ആയിരിക്കും നമ്മളുടെ x axis ഉണ്ടാവുക and the amplitude square will be in the y axis. Very very important. So learn this. So amplitude square versus the time graph. Okay, this is the same conclusion that we have already learned. അതായത് നമ്മളുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ എനർജി എന്ന് പറയുന്നത്, എനർജി ഓഫ് എ സിമ്പിൾ പെൻഡുലം is directly proportional to the square of amplitude. Very very important. Learn that energy of a simple pendulum is directly proportional to the square of amplitude and do remember that very important equations. That's it. This is our simple pendulum experiment. Clear ആയി കാണുമല്ലോ. ഇതാണ് ഇതിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറി. ഓർത്ത് വെക്കുക, ഡാംഡ് ഓസിലേഷൻ ആണ്. ഡാംഡ് ഓസിലേഷൻ മീൻസ് ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. Now what we are going to do, which is some problem based ചെയ്തിട്ടുള്ള നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. The first one, simple. In the absence of a dissipative force, the time period t of a simple pendulum performing oscillation of a small amplitude, which is what is the time period? Time period ആണ് കണ്ടുപിടിക്കേണ്ടത്. Dissipative force means the energy is decreasing due to that force. Okay, so the answer is 2 pi root L by G. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ടൈം പീരീഡ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാണ്, which is 2 pi into root L by G. Clear? Now, second one, in the presence of air resistance. Air resistance എന്ന് പറയുമ്പോൾ അവിടെ ഡാമ്പിംഗ് ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? സോ ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡാഷ് വിത്ത് ടൈം. എന്താ സംഭവിക്കുക? സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ത് സംഭവിക്കും? വിച്ച് വിൽ ഡിക്രീസ് അല്ലേ? എയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കില്ല, ഓസിലേഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഓസിലേറ്റിംഗ് സിസ്റ്റം ഹാസ് ഇറ്റ്സ് എനർജി ബീങ് ഡിസിപ്പേറ്റഡ് ബൈ എ റെസിസ്റ്റീവ് ഫോഴ്സ് ഇസ് സെറ്റ് പെർഫോമിംഗ് ഡാംഡ് ഓസിലേഷൻ. ഏത് ടൈപ്പ് ഓഫ് ഓസിലേഷൻ ആണ് സിമ്പിൾ പെൻഡുലം പെർഫോം ചെയ്യുന്നത്? വിച്ച് ഇസ് ഡാംഡ് ഓസിലേഷൻ. നെക്സ്റ്റ് വൺ, if a dissipative force acts on a particle of mass m executing simple harmonic motion of amplitude such that f naught is equal to minus bv, v is the velocity, where v is the velocity of particle and b is a constant, then the displacement of the particle can best to described by, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ്? സൊല്യൂഷൻ ഓഫ് ഡാംഡ് ഓസിലേഷൻ, വിച്ച് ഈസ് നത്തിങ് ബട്ട്, ഇവിടെ ചെറിയൊരു മാറ്റം നിങ്ങൾ കാണും, അത് കണ്ടിട്ട് ആരും ഞെട്ടണ്ട. അവിടെ നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? അവിടെ ഫേസ് ഡിഫറൻസും കൂടി ഉള്ള ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. അത് വേണ്ട. ഏതാണ് നമ്മളുടെ ഇക്വേഷൻ വരിക? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ റേസ് ടു മൈനസ് ബി ടി ബൈ 2m കോസ് ഒമേഗ ടി. നമ്മൾ ഫേസ് ഡിഫറൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഡു റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് എത്തുന്ന സ്റ്റെപ്പ് ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നൗ in the situation of question 4, the variation of energy E of t is given by, E of t ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, E is nothing but half k a square. ഈയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് A is nothing but, amplitude is nothing but a naught e raised to minus b t by 2a. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, എയുടെ സ്ഥാനത്ത് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി ഹിയർ E of t is equal to half k a square e raised to minus bt by m. Okay, just ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആൻഡ് 2 get cancel ആവും, a naught square ഉണ്ടാവും. a naught is nothing but the maximum amplitude. ഇവിടെ a is the maximum amplitude. That is all the difference. So E of t is equal to half k a square e raised to minus bt by m. Now the next one, a particle undergoing damped oscillation with small damping is said to performing
Oscillatory motion, periodic motion, simple harmonic motion, both 1 and 2. The answer will be both 1 and 2, which means it is oscillatory motion perform ചെയ്യുന്നുണ്ട്, periodic motion perform ചെയ്യുന്നുണ്ട്. Next one, the oscillation of a simple pendulum in air is an example of damped oscillation. Okay, damped oscillation ആയിരിക്കും. Oscillation of a simple pendulum in air is an example of damped oscillation. Now, in damped oscillation, damping force is directly proportional to the speed of oscillator. നമ്മൾ പഠിച്ചു കഴിഞ്ഞു F is proportional to V എന്നുള്ള equation. F is equal to minus BV എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. If amplitude becomes half of its maximum value in time t, then after time 2t, amplitude will be. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് ഗ്രാജുവലി ആണ് ഡിക്രീസ് ചെയ്യുന്നത്. സോ ഇഫ് ലെറ്റ്സ് സേ ആംപ്ലിറ്റ്യൂഡ് A0 ആണ് ആൻഡ് ഫസ്റ്റ് സ്റ്റേജിൽ എന്തായി A0 by 2 ആയി, ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ വാട്ട് വിൽ ബി A0 by 4. അടുത്ത സ്റ്റേജിൽ എന്തായിരിക്കും A0 by 8. ഇറ്റ് വിൽ ഗോ ലൈക്ക് ദാറ്റ്. ഇഫ് ആൻഡ് അതർ കേസ് A0 by 3 ആണ് ഫസ്റ്റ് സ്റ്റേജിൽ ആവുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി A0 by 9 ആൻഡ് ദെൻ A0 by 27. ഇതേ രീതിയിലായിരിക്കും ഇത് ഡിക്രീസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ആൻസർ ഓവർ ഹിയർ, വിച്ച് ഇസ് A0 by 4. അതായത് ഫസ്റ്റിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് A0. അറ്റ് എ ടൈം t ആയപ്പം എന്തായി മാറി, A0 by 2 ആയി മാറി. ദെൻ 2t ആയി കഴിയുമ്പം ഇത് എന്തായിട്ട് മാറണം, A0 by 2 into 1 by 2, which means A0 by 4. This is the answer. Clear? And the last one, not the last one, if a simple pendulum oscillates with a small amplitude A0, then the total energy of oscillation can be given by. Symbols have usual meanings. Okay, ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ്സ് വിത്ത് എ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് A0 തന്നിട്ടുണ്ട്, ടോട്ടൽ എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. അറിയാം, നമുക്ക് ഓൾറെഡി അറിയാം ഇക്വേഷൻ, E is equal to half K A square ആണ് നമ്മളുടെ ഇക്വേഷൻ. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം, സോ വി ക്യാൻ റൈറ്റ് A0 square. Now what is K? K is nothing but mg by L, so half mg by L A0 square. So this is nothing but mg A0 square by 2A. ഇതായിരിക്കും നമ്മളുടെ ആൻസർ, which means option 1, mg A0 square by 2A. Now the next one, the amplitude of oscillation is reduced to half of its initial value of 5 cm. അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇനീഷ്യൽ സ്റ്റേജിലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് which is 5 cm. ഡ്യൂ ടു ഡാമ്പിംഗ് റെസിസ്റ്റീവ് ഫോഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് 25 ഓസിലേഷൻ അത് ഹാഫ് ആയിട്ട് മാറി. ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം എത്രയായിരുന്നു, 5 cm ആയിരുന്നു. നെക്സ്റ്റ് ഒരു 25 ഓസിലേഷൻസ് കഴിഞ്ഞപ്പം നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറി, ഹാഫ് ആയിട്ട് മാറി. Okay, and after that, after it completes 50 oscillation, its amplitude, അതായത് again ഇത് 50 ആയി കഴിയുമ്പോൾ എന്തായിട്ട് മാറണം, 5 by 4 ആയിട്ട് മാറണം. Okay, so the answer will be 1.25. This will be 1.25 centimeter. Clear? I hope it is clear. That is the simple pendulum experiment. So എങ്ങനെയാണ് എക്സ്പെരിമെന്റ്സ് അറേഞ്ച് ചെയ്യുന്നത് നോക്കാം, എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ജസ്റ്റ് പെർഫോം ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് എ തിയറി. സോ ബിഹൈൻഡ് തിയറി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എനർജി, ഡാംപ്ഡ് ഓസിലേഷൻ്റെ ഇക്വേഷൻ ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ദെൻ ദ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓൾസോ, K is equal to mg by L, and these are the examples questions. That's it. Thank you. We'll see you in the next video.